ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? ആദ്യത്തേത് നന്നായ ബാക്കി പിന്നെ അങ്ങോട്ടേക്ക് എല്ലാം അടിപൊളിയാണെന്ന് പറയാം. അപ്പം നമ്മുടെ ഒരു ദിവസം നന്നാവണമെങ്കിൽ നമ്മുടെ പ്രഭാതം അതിമനോഹരമായിരിക്കണം, നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് വരുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസത്തിന് വേണ്ടി നമ്മൾ രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസത്തിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും രാവിലെ എന്നതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പാണ്, യു ഡോണ്ട് സ്നോസ് യുവർ അലാം. ഒത്തിരി ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാം. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, ഒരു 10 ദിവസം അടുപ്പിച്ച് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും അലാറം സ്നൂസ് ചെയ്യില്ല. ആ അലാറം അടിക്കുമ്പോൾ തന്നെ നമ്മൾ എഴുന്നേക്കും. ബിക്കോസ് രാവിലത്തെ സമയം എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ പീക്ക് ടൈമാണ്. അതുമാത്രമല്ല, നമുക്ക് സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനും നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫ്രഷ് എയർ ശ്വസിക്കാനുള്ള സമയം രാവിലത്തെ ടൈമാണ്. 7 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന ഞാനിപ്പോൾ 5 മണി 4:30 മണിക്കൊക്കെ എണീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് എനിക്ക് അവിടെ 2-2.5 മണിക്കൂർ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ യു ഡോണ്ട് സ്നൂസ് യുവർ അലാം, വേക്കപ്പ് ഏർലി. അടുത്തൊരു ടിപ്പാണ്, നമ്മൾ തലേ ദിവസം തന്നെ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് കിടക്കുക. ഒത്തിരി അഴുക്കായി കിടക്കുന്ന അല്ലെങ്കിൽ പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വീണ് മോശമായി കിടക്കുന്ന അടുക്കളയിലേക്കാണ് നമ്മൾ രാവിലെ വരുന്നതെങ്കിൽ ഇത് ക്ലീൻ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരു ഹെവി ആയിട്ടുള്ള ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് രാവിലെ തന്നെ മനസ്സ് മടുക്കും. അപ്പം അതുകൊണ്ട് തലേ ദിവസം നമ്മൾ മാക്സിമം കിച്ചൺ നീറ്റാക്കിയ ശേഷം വന്ന് കിടന്നുറങ്ങുക. അപ്പോൾ രാവിലെ വന്ന് കാണുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സന്തോഷവും പോസിറ്റീവ്നെസ്സും ഫീൽ ചെയ്യും കേട്ടോ. രാവിലെ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിയുക. പലപ്പോഴും 30 കഴിഞ്ഞ എന്നെ പോലുള്ള സ്ത്രീകൾക്ക് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം ഭയങ്കര മടിയാണ്, പലപ്പോഴും മറന്നു പോകാറുണ്ട്. രാവിലെ കാലിയായിട്ടുള്ള നമ്മുടെ വയറിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളമെങ്കിലും കുറഞ്ഞത് കുടിക്കുക. ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനും നമുക്ക് നല്ല കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അടുത്തൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ചിടുക. എപ്പോഴും ടാങ്കിൽ വെള്ളം ഉണ്ടെന്ന് രാവിലെ തന്നെ ഉറപ്പുവരുത്തുക. പെട്ടെന്ന് കറണ്ട് പോവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, വെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കിച്ചണിലെ പണി ഒരു തരി നീങ്ങില്ല. അപ്പം അതുകൊണ്ട് കിച്ചണിലെ പണികൾക്ക് വേണ്ടി, ബാക്കിയുള്ള വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും വീട്ടിലെ വാട്ടർ ടാങ്ക് നമ്മൾ നിറച്ചിടുക. അടുത്തൊരു പേഴ്സണൽ കെയർ ടിപ്പാണ്, നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും സ്വന്തമായിട്ടൊരു സ്കിൻ കെയർ ചെയ്യുക. അത് കൂടുതൽ വെളുക്കാനോ അല്ലാതെ ഭയങ്കര സുന്ദരിയാവാനോ ഒന്നുമല്ല. വീട്ടമ്മമാർക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷേ സ്വന്തമായിട്ട് സ്കിൻ കെയർ, സെൽഫ് കെയർ ഒക്കെ ചെയ്യുക വെച്ചാൽ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും സ്കിൻ കെയർ ചെയ്യുന്നത്. അതുപോലെ മേക്കപ്പ് ചെയ്യുന്നത്, അതൊരിക്കലും ആരെയും കാണിക്കാനല്ല. കാണിക്കാൻ ചെയ്യുന്നവരുണ്ടാകാം, പക്ഷെ എന്നാലും ഭൂരിഭാഗം വീട്ടമ്മമാരും അവരവരുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊരു സിവിയർ ആയിട്ടുള്ള അക്നി പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു. എപ്പോഴും മുഖത്ത് കുരുക്കളും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും. നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി എടുത്ത ശേഷം മാത്രമാണ് എനിക്ക് അതിൽ നിന്നൊക്കെ ഒത്തിരി ഭേദം ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കിൻ കെയർ എപ്പോഴും ചെയ്യുക. ആഴ്ചയിൽ 2 തവണയെങ്കിലും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ എനിക്കിപ്പോൾ കുറേ പ്രോബ്ലംസ് കുറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റും ഇതേപോലെയുള്ള സ്കിൻ കെയറും ഒക്കെ ചെയ്യുമ്പോഴാണ്.
ആറാമത്തെ ടിപ്പാണ്, നമ്മൾ നാളത്തേക്ക് എന്ത് എന്നുള്ളത് ഒന്ന് മുൻകൂട്ടി മനസ്സിൽ ചിന്തിച്ചു വെക്കുക. നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ എന്താ കാണിക്കണ്ടേ, എവിടെ നിന്നാ തുടങ്ങണ്ടേന്ന് അറിയാണ്ട് വെറുതെ ഇങ്ങനെ തപ്പിക്കളിക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്കൊന്ന് പ്രീ പ്ലാൻ ചെയ്യാം, ഒന്ന് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്, എന്തൊക്കെയാണ് ലഞ്ചിന്. ഞാൻ വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാരോടും ചേച്ചിമാരോടും ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ഒത്തിരി കമൻസ് കണ്ടു, നല്ല കുട്ടിയാവാൻ വേണ്ടി. ഒരിക്കലും നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ടല്ല, നമ്മളിലുള്ള ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല ടിപ്പുകളും കാര്യങ്ങളും മാത്രമാണ് ഞാൻ എൻ്റെ വ്ളോഗിലൂടെയും ഈ വീഡിയോയിലൂടെ ഒക്കെ പറയുന്നത്. അപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാർ അത് കാണണ്ട, സ്കിപ്പ് ചെയ്തു പോകുക. വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി നമ്മൾ ഈ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്നവർ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇവിടെ ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയാണ്, മസാല കറിയാണ്. അപ്പം ഞാൻ ഓൾറെഡി രാത്രി തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ കിച്ചണിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവുക. ചോറ് വെക്കുക, അതുപോലെ തന്നെ കറികൾക്കുള്ള പ്രിപ്പറേഷൻ, മോർണിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്തുണ്ടാക്കുന്നുള്ളൊരു ഓൾറെഡി ഒരു ഐഡിയ, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിൽ പണി തീർത്ത് പുറത്തേക്ക് ഇറങ്ങാം. ആ ഒരു നമുക്ക് അങ്ങനെ കിട്ടുന്ന സമയം നമുക്ക് ഇഷ്ടമുള്ള എന്തോരം കാര്യങ്ങൾ ചെയ്യാം. സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യാം, അതുപോലെ തന്നെ എന്തെങ്കിലും റെമഡീസ് ഒക്കെ വീട്ടിൽ ചെയ്യാം, ക്രാഫ്റ്റ് ചെയ്യാം, കുട്ടികളുടെ കൂടെ നമുക്ക് ടൈം ചെലവഴിക്കാം. അടുക്കളയിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒന്നിനും സമയം കിട്ടാം. നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ പറയാറില്ലേ, എനിക്ക് ഇഷ്ടം പോലെ പണിയുണ്ടെന്ന്. അവരും നമ്മളുടെ ഒരു അറ്റൻഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളുള്ള അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ജോലികൾ വേഗം കുറച്ച് പ്രിപ്പറേഷനോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സമയം നമുക്ക് നമ്മുടെ മക്കളുടെ കൂടെ ചെലവഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഡാൻസ്, പാട്ട്, അതിനൊക്കെ ഒത്തിരി കഴിവുള്ള വീട്ടമ്മമാരുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ സമയം വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഏത് ജോലിക്കാണെങ്കിലും ഇട്ടിട്ട് പോകാൻ പറ്റാത്ത ജോലികൾ അതൊക്കെ നമുക്കൊന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്ലാൻ ഉണ്ടാവുക. ഇന്നത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ആരുടെയും മുതുകത്ത് നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്യില്ല. നമ്മൾ തന്നെ സമയം ഇങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നമുക്ക് റിലാക്സേഷനും കിട്ടും, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പറ്റും. അടുത്തതായിട്ടുള്ള ടിപ്പാണ്, നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ മാത്രമേ ചെയ്യൂ എന്നുള്ള ചില കാര്യങ്ങളും ചില പിടിവാശികളും ഒക്കെ ചില വീട്ടമ്മമാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിവെക്കുക. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും കൂടി പറയാം, എനിക്കിതൊന്ന് ചെയ്തു തന്നെ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഒന്നും വന്ന് അടുക്കളയിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അമ്മമാരോടും അമ്മൂമ്മമാരോടും പറയണ്ട, അവർ വയ്യെങ്കിലും നമ്മൾ വന്ന് ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ അനുഭവം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, എനിക്ക് പറ്റാത്ത പണികളൊക്കെ പറഞ്ഞാൽ ചെയ്തു തരും. എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കറികളൊക്കെ വെക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ജോലിയിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടും. ആ സമയം നമുക്ക് നമ്മുടേതായിട്ടുള്ള വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്ത് തീർക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും നമ്മൾ പറഞ്ഞിങ്ങനെ കൊടുക്കണം. എന്താണ്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? അങ്ങനെ വരുന്ന വീട്ടമ്മമാരുണ്ട്. അപ്പം എന്താണെന്നുള്ളത് നമ്മൾ പറയുക, നമുക്ക് അതുപോലെ തന്നെ അവർ ചെയ്തു തരും. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് ദേഷ്യം വരും. എല്ലാ ജോലികളും നമ്മുടെ തലയിൽ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് വിട്ടുകൊടുക്കുക. കുറച്ചൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ അറിയാത്ത മക്കളോ ആദ്യമായിട്ട് കിച്ചണിൽ കയറുന്ന പെൺകുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ പോട്ടേന്ന് വെക്കുക, ജോലികൾ ഷെയർ ചെയ്യുക. അടുത്ത ടിപ്പാണ്, അടുക്കള നിറച്ചും പാത്രങ്ങൾ കൊണ്ടുവന്ന് ഇടാതിരിക്കുക. ഏത് ഫംഗ്ഷന് പോയാലും ഒത്തിരി പാത്രങ്ങൾ മേടിക്കുന്ന ഒരു പരിപാടി മിക്ക വീട്ടിലുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്ന് വെക്കാൻ സ്ഥലമില്ലാണ്ടായപ്പോഴാണ് ഞാൻ ആ പരിപാടി നിർത്തിയത്. നമുക്കിതിന് വേണ്ടുന്ന പാത്രങ്ങൾ നമുക്ക് അടുക്കളയിൽ ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് എന്തിനാണ്, നമ്മളൊരു 1-2 കറി വെക്കും, പിന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള വലിയ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾക്ക് അതാത് സ്ഥലങ്ങളിൽ വെക്കാം. നമുക്ക് ഡെയിലി യൂസേജിനുള്ളതല്ലല്ലോ. ഡെയിലി യൂസേജിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രം നമ്മൾ
പുറത്തെടുത്ത് വെക്കുക. അത് ഉപയോഗം കഴിഞ്ഞ ശേഷം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുക. ഒത്തിരി പാത്രങ്ങൾ ഒരു കറിക്ക് 2 കറിക്ക് എടുത്ത് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ജോലി ഭാരമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഒരു സ്പൂൺ എടുത്താലും കഴുകാണ്ട് ആ സിങ്കിൽ ഇടുമ്പോൾ അതങ്ങനെ നിറഞ്ഞൊരു കുന്നാവും. അപ്പോഴാണ് നമുക്ക് ആ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിറയ്ക്കാതിരിക്കുക. 9ാമത്തെ ടിപ്പ് ഒരു അസുഖമാണ് കേട്ടോ. എനിക്കും ഉണ്ട് അസുഖം. അപ്പോൾ ആ അസുഖം മാറ്റണമെങ്കിൽ നമ്മുടെ ഫോൺ ദൂരത്ത് വയ്ക്കുക. നമ്മളുടെ അടുക്കള ജോലികൾ വേഗം തീരണമെങ്കിൽ ഈ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കുറച്ച് നീക്കി വെച്ച് മതിയാകും. എപ്പോഴും എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളതായിരിക്കില്ല. ഒരു ചെറിയൊരു ശബ്ദം കേട്ട്, ഇപ്പോൾ ഹോം ഫിലിമിൽ പറയില്ലേ, ചെറിയൊരു ശബ്ദം കേട്ട് നമ്മൾ നോക്കും, പിന്നെ റീൽസായി വീഡിയോസായി നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ടൈം അങ്ങനെ പോകും. ഇതൊന്നും കാണണ്ട എന്നല്ല കേട്ടോ, നമുക്ക് ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യുക. ഫോൺ നോക്കി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സമയം എങ്ങനെ ഏത് വഴി കൂടിയാണ് പോകുന്നതെന്ന് തന്നെ പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മളെല്ലാവരും അതിന് അനുഭവസ്ഥരാണ്. ഫോൺ മാറ്റി നമ്മൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണെത്താത്ത ഭാഗത്തോ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിലെ ജോലികൾ വളരെ വേഗത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എപ്പോഴും ഫോൺ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ദൃഷ്ടിയിൽ നിന്നും കുറച്ച് ദൂരെ നീക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ജോലികൾ വളരെ പെട്ടെന്ന് രാവിലെ തന്നെ തീർക്കാൻ പറ്റും. 11ാമത്തെ ടിപ്പാണ് പല വീട്ടമ്മമാരും ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്, രാത്രി മുഴുവൻ ഫുഡ് കഴിക്കാതെ. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കാണ്ടാവുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര ടയേർഡാവും. നമുക്ക് ഒത്തിരി ജോലികൾ ചെയ്യാനുണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹെൽത്ത് മോശമാകാനുള്ള ഏറ്റവും നമ്പർ 1 റീസൺ ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ്. ജോലിക്ക് പോകുന്നവർ ധൃതി പിടിച്ച് പോകുമ്പോഴും വീട്ടമ്മമാർ വീട്ടിലെ പണികളും കുട്ടികളുടെ തിരക്കും ഒക്കെ ആലോചിച്ച് അതൊക്കെ ഓർത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ ഈ രോഗങ്ങളെയെല്ലാം വിളിച്ചു വരുത്തുകയാണ്. അപ്പോൾ ഡു നോട്ട് സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തൊരു ടിപ്പാണ്, നമുക്ക് വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണെന്ന് പല വീട്ടമ്മമാരും പറയാറുണ്ട്. വിചാരിച്ച സമയത്ത് അത് തീരാറില്ല എന്ന്. അതിന് ഏറ്റവും നല്ല വഴിയാണ് ഒരു 1/2 മണിക്കൂറോ, ഇനി വലിയ വീടാണെങ്കിൽ ഒരു 1 മണിക്കൂറോ നിങ്ങളുടെ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യുക. ആ സമയത്തിനുള്ളിൽ വേറൊരു ജോലിക്കും പോകാതെ ഇത് ചെയ്ത് തീർക്കുന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം മനസ്സിലെടുക്കുക. ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ആലോചിക്കണ്ടാവും. പക്ഷെ വീട്ടമ്മമാരായ സ്ത്രീകളെ, എന്നെ പോലുള്ള സ്ത്രീകളെ, സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും നമുക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെന്ന് വിചാരിച്ചോ, അലങ്കോലപ്പെട്ട് എടുക്കുന്ന ഒരു സമയത്താണ് കയറി വരുന്നതെങ്കിലോ, മിക്കപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട് അലങ്കോലമായിട്ടായിരിക്കും കിടക്കുക. 5-10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു ടൈമർ സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തൊരു ടിപ്പാണ്, നമുക്ക് എല്ലാവർക്കും അലക്കാനൊക്കെ ഇഷ്ടമാണല്ലേ. വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് പിന്നെ ആ സഹായി നമുക്ക് അലക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അലക്കി ഊരി ഉണങ്ങി നമുക്ക് വരും. മാക്സിമം ഡ്രൈ ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് വാഷിംഗ് മെഷീനിൽ നിന്ന് കിട്ടുക. അതൊക്കെ ഒന്ന് ഉണക്കാൻ വിരിക്കാനായിട്ടൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണങ്ങിക്കഴിഞ്ഞ തുണി നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അതൊന്നെങ്കിൽ വീടിൻ്റെ ഹോളിൽ സെറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ കട്ടിൻ്റെ പുറത്തോ ഇങ്ങനെ മല പോലെ ഇങ്ങനെ കുന്നുകൂടി കിടക്കും. നമ്മൾ എപ്പോഴും ഉണങ്ങുന്ന തുണികൾ മാക്സിമം അപ്പം തന്നെ മടക്കി വെക്കാൻ ശ്രമിക്കുക. ആ ചെറു ചൂടോടുകൂടി തന്നെ മടക്കി വെക്കാൻ ശ്രമിക്കുക. തേച്ചിട്ട് വെക്കേണ്ട തുണികൾ അതുപോലെ തന്നെ അയൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് അലമാരിയിൽ സ്ഥലം തികയാത്തത് ഇങ്ങനെ അടക്കി വെക്കുമ്പോഴാണ്, മല പോലെ ഇങ്ങനെ ചായച്ചു വെക്കുമ്പോഴാണ് അവിടെ സ്ഥലം തികയാതെ തോന്നുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒത്തിരി ഓർഗനൈസേഴ്സ് ഇപ്പോൾ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ എൻ്റെ അലമാരിയിലൊക്കെ മുകളിലത്തെ തട്ടിലൊക്കെ ഇങ്ങനെ ചായച്ച് വെച്ചേക്കാണ്. അപ്പോൾ അവിടെ ഒത്തിരി സ്പേസ് മുകളിൽ അങ്ങനെ പോയിട്ടുണ്ട്. എന്നാൽ താഴത്തുള്ള ഏറ്റവും ചെറിയ തട്ടിൽ ഒത്തിരി ഡ്രസ്സുകൾ കുട്ടികളുടെ കൊള്ളും. ഞാൻ ഇതേപോലെ ഒരു ഓർഗനൈസർ മേടിച്ച് പിന്നെ എനിക്ക് ഭയങ്കര ഈസിയാണ്. ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ മോൻ്റെയും മോളുടെയും
പാവാട, ജീൻസ്, അങ്ങനെയുള്ള മിഡി എല്ലാം തന്നെ ഇതിലിങ്ങനെ ഫോൾഡ് ചെയ്ത് രണ്ടുപേരുടെയും ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കാം. ഇത് സമയം ഞാൻ അലമാരിയിലാണ് വെക്കുന്നതെങ്കിൽ ചെറിയതായത് കൊണ്ട് തന്നെ മീതെ വെക്കുമ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ എല്ലാം കൂടി മറിഞ്ഞു വീഴും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടിട്ടാണ് അലമ്പായി കിടക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് മടക്കാനും കുറച്ച് മടി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓർഗനൈസേഴ്സ് മേടിക്കുക. മാക്സിമം തുണികൾ ഫോൾഡ് ചെയ്ത് തന്നെ നമ്മുടെ അലമാരിയിലേക്ക് വെക്കുക. തുണികൾ കുന്നുകൂട്ടി ഇടാതിരിക്കുക. അപ്പോൾ അങ്ങനെ കാണുമ്പോഴും നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ? നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്